അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ അദുവ്വീ വഅദുവ്വക്കും ഔലിയാഅ തുൽഖൂന ഇലൈഹിം ബിൽമവദ്ദതി വഖദ് കഫറൂ ബിമാ ജാഅകും മിനൽ ഹഖ്ഖി യുഖ്രിജൂനർ റസൂല വഇയ്യാകും أن تؤمنوا بالله ربكم إن كنتم خرجتم جهادا في سبيلي وابتغاء مرضاتي تسرون إليهم بالمودة وأنا أعلم بما أخفيتم وما أعلنتم ومن يفعله منكم فقد ضل سواء السبيل. സുബ്ഹാനല്ലാഹുൽ അലിയിൽ അലീം. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ അൽ മുംതഹിനയുടെ ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതാണ്. ഇനി അതിൻ്റെ ഒന്നാമത്തെ ആയത്താണ് നമ്മളിവിടെ ഓതി വെച്ചത്. അതിൽ അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തത്തഖിദൂ അദുവ്വീ വ അദുവ്വക്കും, എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളുമായി നിങ്ങൾ സ്നേഹബന്ധം സ്ഥാപിച്ച് അവരെ രക്ഷാധികാരികളാക്കരുത്. തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദതി വഖദ് കഫറൂ ബിമാ ജാഅകും മിനൽ ഹഖ്, നിങ്ങൾക്ക് വന്നെത്തിയ സത്യത്തെ അവർ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അവരോട് ബന്ധം സ്ഥാപിക്കേണ്ടതില്ല. മാത്രമല്ല, യുഖ്രിജൂനർ റസൂല വഇയ്യാകും, അവർ നിങ്ങളെയും നിങ്ങളുടെ ദൈവദൂതനെയും നാടുകടത്തുന്നു. അൻ തുഅ്മിനൂ ബില്ലാഹി റബ്ബിക്കും ഇൻ കുന്തും ഖറജ്തും ജിഹാദൻ ഫീ സബീലി വബ്തിഗാഅ മർളാതി, നിങ്ങളെയും നിങ്ങളുടെ ദൂതനെയും നാടുകടത്തിയ ആളുകളാണ്. അതെന്തിൻ്റെ പേരിലാണ്? അത്തുഅ്മിനൂ ബില്ലാഹി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചു എന്ന കാരണത്താലാണ്. എന്നിട്ട് പറയണം, എൻ്റെ മാർഗത്തിൽ സമരം ചെയ്യാനും എൻ്റെ പ്രീതി നേടാനും തന്നെയാണ് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചതെങ്കിൽ നിങ്ങൾ അപ്രകാരം ചെയ്യാൻ പാടില്ല. അത് ആ ആയത്തിൻ്റെ ഏറ്റവും മുകളിലേക്കാണ് അതിൻ്റെ മടക്കം പോകുന്നത്. അഥവാ നിങ്ങൾ അള്ളാഹുവിൻ്റെ നിങ്ങളുടെ ശത്രുക്കളെ രക്ഷാധികാരികളാക്കരുത് എന്നുള്ളത്. എന്നിട്ട് പറയാണ്, തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദതി വന അഅലമു ബിമാ അഖ്ഫൈതും വമാ അഅലന്തും, എന്നാൽ നിങ്ങൾ അവരുമായി സ്വകാര്യത്തിൽ സ്നേഹബന്ധം പുലർത്തിയാൽ നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യുന്നതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. വമൻ യഫ്അലുഹു മിൻകും ഫഖദ് ളല്ല സവാഅ സബീൽ, നിങ്ങളിൽ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ നിശ്ചയമായും അവർ നേർവഴിയിൽ നിന്നും തെറ്റിപ്പോയിരിക്കുന്നു എന്നതാണ്. ഇവിടെ ഈ ആയത്തിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലമായി നമ്മൾ പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് ചേർത്തുകൊണ്ടാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ വളരെ കൃത്യമായിട്ടും മനസ്സിലാവും. അതായത് തൻ്റെ ബന്ധുക്കൾ അവർ സേഫാകാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി വിശ്വാസികളുടെ ഒരു രഹസ്യം ചോർത്തി ശത്രുക്കൾക്ക് കൊടുത്ത ഒരു സ്വഹാബിയുടെ ചരിത്രമാണ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞു വെച്ചത്. എന്നാൽ ആ സ്വഹാബി ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബിയായിരുന്നു.
അതുകൊണ്ട് തന്നെ ആ സ്വഹാബിയുടെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഞാൻ മുശ്രിക്കായിട്ടില്ല, അല്ലെങ്കിൽ കാഫിറായിട്ടില്ല, മുനാഫിക്കായിട്ടില്ല, ഞാൻ വിശ്വാസത്തിൽ തന്നെയാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതായിരുന്നു യാഥാർത്ഥ്യമെന്ന് പ്രവാചകനെ ബോധിപ്പിക്കുന്നു. പ്രവാചകൻ അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു നിസ്സാര സംഭവമല്ല. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരു ചാരപ്പണി തന്നെയാണ്. അത് വലിയ തെറ്റ് തന്നെയാണ് എന്ന് വിശ്വാസി സമൂഹത്തെ വളരെ കൃത്യമായി സൂചിപ്പിക്കുകയാണ്. സത്യവിശ്വാസികൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ വലിയായി സ്വീകരിക്കരുത്. ഇത് സൂറത്ത് അഹ്റാഫിലും സൂറത്ത് നിസായിലും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ കാണാൻ സാധിക്കും. വലിയെന്ന് പറഞ്ഞാൽ ആത്മബന്ധം ഉണ്ടാക്കുക അഥവാ ആത്മബന്ധം സ്ഥാപിക്കുക. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളോട് രഹസ്യങ്ങൾ ചോരുന്ന തരത്തിൽ അഥവാ ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് രഹസ്യങ്ങൾ ചോരുന്ന തരത്തിലുള്ള ഹിഡൻ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. മറ്റൊരർത്ഥത്തിൽ വലിയനെ നേതാവ് എന്ന് പറയാറുണ്ട്. പണ്ടുകാലങ്ങളിൽ ഒരുപാട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകനും അള്ളയും ഒരു കാര്യം പറയുകയും എന്നാൽ അതിനെതിരായി ഗോത്ര നേതാക്കന്മാർ പറഞ്ഞാൽ നിങ്ങൾ ആ ഗോത്ര നേതാക്കന്മാരെ അംഗീകരിക്കരുത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് രക്ഷകർത്താക്കളായി സ്വീകരിക്കരുത്. നമ്മൾ നിക്കാഹിലൊക്കെ വലിയ എന്ന് പറയുന്നത് പോലെ നമ്മുടെ രക്ഷകർത്താക്കൾ അള്ളാഹുവിനും റസൂലിനും എതിരാണ് പറയുന്നത് എങ്കിൽ അവരെ നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ തൃപ്തി കാംക്ഷിച്ച് പുറപ്പെട്ട ആളുകളാണ് എന്ന് സൂചിപ്പിക്കുന്നത്. അതായത് ഈ ആയത്തിൻ്റെ ഒരു ഭാഗം നേരെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തിലേക്ക് ചേർക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീൻ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് ഫീസബീലില്ല എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടുക എന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് യുദ്ധമാർഗമാണ്. എന്നാൽ ഫീസബീലില്ല എന്ന് പറയുന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ആ വാക്കിൻ്റെ ഒരു വിശാലമായ അർത്ഥത്തിൽ ഖുർആൻ ക്ലാസ്സുകളും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും സ്ക്വാഡ് വർക്കുകളും ഒക്കെ തന്നെ ഈ ഫീസബീലില്ല എന്ന് പറയുന്ന അർത്ഥത്തിലാണ് വരുന്നത്. എന്നിട്ട് പറയാണ് തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്നീ നിങ്ങളുടെ ഒരു ആദർശത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ വിശ്വസിക്കാത്ത അംഗീകരിക്കാത്ത ആളുകളാണ് നിങ്ങളെയും നിങ്ങളുടെ റസൂലിനെയും തള്ളിപ്പറഞ്ഞ ആളുകളാണ് ആ ആളുകൾ. അതുകൊണ്ട് നിങ്ങൾ അവരുമായിട്ട് സ്നേഹബന്ധം പുലർത്തേണ്ടതില്ല. ആ ആളുകളോട് നിങ്ങൾ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ നിങ്ങൾ അവരോട് സ്നേഹബന്ധം കാണിക്കേണ്ടതില്ല. അവർ കൃത്യമായും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ തന്നെയാണ്. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ആദർശത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല നിങ്ങളെയും നിങ്ങളുടെ റസൂലിനെയും എല്ലാം ആട്ടിപ്പുറത്താക്കിയവരാണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർ നിങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അവരോട് സ്നേഹം കാണിക്കേണ്ടതില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന രഹസ്യമായി ഇങ്ങനെ സ്നേഹം കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രഹസ്യമായി സഹായിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കത് മനുഷ്യന്മാരിൽ നിന്ന് മാത്രം മറച്ചു വയ്ക്കാൻ പറ്റുള്ളൂ, പടച്ചോനിൽ നിന്ന് മറച്ചു വയ്ക്കാൻ പറ്റൂല. അത് അള്ളാഹു കൃത്യമായിട്ട് അറിയുന്നു. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അറിയുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്താൽ അത്തരം ആളുകൾ ളലാലത്തിലായിരിക്കും. അഥവാ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് വിടുവേല ചെയ്താൽ, സഹായങ്ങൾ ചെയ്താൽ അവർ തികഞ്ഞ വഴികേടിലായിരിക്കും എന്നതാണ് അതിൻ്റെ പരിണിത ഫലം. അതല്ലാതെ നിങ്ങൾ രഹസ്യമായി ചെയ്യുന്ന സഹായങ്ങൾ കാരണം ഇസ്ലാമിനെ അങ്ങനെ തകർത്ത് കളയാമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇത് ഒരു പ്രത്യേക സംഭവമായിട്ടാണ് ഇത് പറഞ്ഞതെങ്കിലും മുഴുവൻ വിശ്വാസികളോടുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ കാലഘട്ടത്തിലും ഇത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ചെല്ലുമ്പോൾ ഒരു ഷാളൊക്കെട്ട് സ്വീകരിക്കും, അങ്ങനെ സ്വീകരിക്കുകയൊക്കെ ചെയ്തേക്കാം. പക്ഷേ ഇസ്ലാമിനെ അവരുടെ കുതന്ത്രങ്ങൾ യാതൊരുവിധ തരത്തിലും ബാധിക്കുകയില്ല. നിങ്ങൾ മാത്രമാണ് വഴികേടിലായി പോവുക എന്നതാണ് ഈ ആയത്ത് നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. വളരെ കൃത്യമായി വായിക്കുവാനും പഠിക്കുവാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.